അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള നൗഫലാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹജ്ജിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഞാനിപ്പോൾ ഉള്ളത് നസീം എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ വർഷം ഹാജിമാർ ഒരുപാട് പേരോട് താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഏരിയയിലല്ല ഇപ്രാവശ്യം ഹാജിമാർക്കുള്ള താമസ സൗകര്യങ്ങൾ. അപ്പോൾ മലയാളി ഹാജിമാർക്ക് നസീമിൽ എവിടെയൊക്കെയാണ് താമസ സൗകര്യങ്ങൾ എന്നുള്ളത് കാണിച്ചു തരാം. ബിൽഡിംഗ് നമ്പറുകൾ ഉൾപ്പെടെ വീഡിയോ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിലേതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുകയും ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. നസീമിലെ 1808 ബിൽഡിങ്ങിൽ റൂമിൽ സൗകര്യങ്ങളൊന്ന് പോയി നോക്കാം കേട്ടോ. 1808 നമ്പർ ബിൽഡിങ്ങിലെ 3rd ഫ്ലോറാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 301 മുതൽ 306 റൂം നമ്പർ വരെയും 307 മുതൽ 312 റൂം നമ്പർ വരെയുണ്ട്. ആ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇറങ്ങിക്കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫ്ലോർ നമ്പർ 3. 306 മുതൽ 301 മുതൽ 306 വരെ വലത്തോട്ടും 307 മുതൽ 312 വരെ ലെഫ്റ്റിലേക്കും പോകാം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വലത്തെ ഭാഗത്തൊക്കെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്, ലെഫ്റ്റിലേക്കും ഒരു എൻട്രൻസ് വരുന്നുണ്ട്. 1 മുതൽ 306 വരെയുള്ള ആ ഒരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റൂമിൻ്റെ സൗകര്യങ്ങൾ വരുന്നത്. 1808 ഇങ്ങനെ ഡോറിന് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടാകും ബിൽഡിംഗ് നമ്പർ 1808, റൂം നമ്പർ 307, റൂം കപ്പാസിറ്റി 7 പേർക്ക് ഈ റൂമിൽ താമസിക്കാം. അപ്പോൾ സൗകര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് 7 പേർക്കുള്ള ബെഡ് ഉണ്ട്. ഓക്കെ, ഒരു കാർപ്പറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു വിൻഡോ ആണ്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലമാര വരുന്നുണ്ട്. ഒരു റൂമിൽ ഒരു അലമാരയാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ അലമാര കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിലേക്ക് ഒരു AC ഉണ്ട്. ഈ ഒരു റൂമിലേക്ക് ഒരു AC ധാരാളമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമിലുള്ള ആളുകൾക്കുള്ള ബാത്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് തന്നെ വാഷ് ബേസിൻ വരുന്നുണ്ട്, ക്ലോസറ്റ് വരുന്നുണ്ട്, വെന്റിലേറ്റർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫ്രിഡ്ജ്, ഇവിടെ ചെറിയ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് റൂമിൽ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ ഇതെല്ലാം ഒരു സ്ട്രക്ചറാണ്. ഇവിടെ 808 308 റൂം നമ്പർ 6 പേർക്കാണ് ഈ റൂമിൽ കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ അവർക്കുള്ള ബാത്റൂം കയറുന്നതിൻ്റെ എൻട്രൻസിൻ്റെ നേരെ തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് റൂം 6 ബെഡ് ഉണ്ടാവും. ഒരു ഫാനുണ്ട്, TV, മിറർ, ഒരു AC, ഒരു മാറ്റ്, ഒരു കബോർഡ് ഉണ്ട്. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇത് 308 റൂം നമ്പറാണ്. ഇനി അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കോറിഡോർ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലൊരു റൂം വരുന്നുണ്ട്, 309 റൂം, മാറ്റ്. ഇത് നമ്മൾ കയറി വന്നിട്ടുള്ള ഭാഗമാണ്. നമുക്കിങ്ങനെ ഒരു കോറിഡോർ ഈ ഒരു ഫ്ലോറിലുണ്ട്. ഇവിടെ വരുന്ന റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ 310 റൂമാണ്. 4 പേർക്കാണ് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇത് ബാത്റൂം, 4 ബെഡ് കേട്ടോ. പിന്നെ ഈ കോറിഡോറിൽ ഇവിടെ വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ്, എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണെന്ന് തോന്നുന്നു. ഇവിടെ ജസ്റ്റ് സിങ്ക് വെച്ചിട്ടുണ്ട്, ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കൂളർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കോറിഡോറിൽ നടന്നിങ്ങോട്ട് വരുമ്പോൾ 311 റൂം എത്തി. ഇവിടെ 4 പേർക്കാണ് സൗകര്യം കൊടുത്തിട്ടുള്ളത്. ബാത്റൂം, 4 ബെഡ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾ കുറയുന്നതിനനുസരിച്ച് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും, നമുക്ക് കൂടുതൽ താമസിക്കാൻ സൗകര്യമായിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് അത്രയും കാറ്റഗറിയുള്ള ആളുകളായിരിക്കും താമസിക്കുന്നത്. 312 റൂം നമ്പർ 312, 4 ആളുകളുടെ കപ്പാസിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 4 ബെഡുണ്ട്. വാഷ്റൂം, ഈ വാഷ്റൂമിന് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ക്ലോസറ്റ് ഉപയോഗിച്ചിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ എണീക്കുന്നതിനും ഈ ഒരു സപ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഈ ഒരു ബാത്റൂമിൽ അങ്ങനെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ബെഡിൻ്റെ സൈഡുകളിൽ ഈ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ഇവിടെയും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കയറി വന്ന കോറിഡോർ ഇതാണ്. അപ്പോൾ ഇവിടെയുള്ള റൂമുകൾ, ഈ സൈഡിലുള്ള റൂമുകൾ നമ്മൾ കണ്ടു. അത് നമ്മൾ കയറി വന്നിട്ടുള്ള എൻട്രൻസ് ആണ്. ഈ ലിഫ്റ്റ് വഴിയാണ് നമ്മൾ കയറി വന്നത്. ഇവിടെയായിരുന്നു ഞാൻ ഇത് കാണിച്ചു തന്നത്. ഇനി 307 മുതൽ 312 വരെയുള്ള റൂമുകൾ ഈ സൈഡിലേക്കാണ്. ഓക്കെ, ഈ സൈഡിൽ നമ്മൾ ആദ്യം പോകുന്നത് 306. 306 7 പേർക്ക് താമസിക്കാൻ പറ്റും. ബാത്റൂം ഇത് കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ, സൗകര്യമുണ്ട്. 7 ബെഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗകര്യം കുറച്ച് ഗ്യാപ്പ് കണ്ടില്ല നിങ്ങൾ, ബെഡുകൾക്ക് തമ്മിലുള്ളൊരു ഇടയിലുള്ള ഗ്യാപ്പുകൾ ഒരു ആളുകൾക്ക് കുറച്ചൊരു കംഫർട്ട് തോന്നും. കൂടുതൽ ക്രൗഡായിട്ട് തോന്നില്ല, കൂടുതലൊരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല കേട്ടോ. ഇനി 305 7 പേർക്ക് ബാത്റൂമാണിത്. ഇവിടെയും 5 ബെഡുണ്ട്. ഈ റൂം വരുന്നത് 304,
6 പേർക്ക്. ബാത്റൂം, അലമാര, 6 ബെഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് റൂമിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് റൂമാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ റൂം 303, 4 ആളുകളുണ്ടാവും. 4 ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാത്റൂം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരത്തെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടു ഒരു ചെറിയൊരു ഏരിയ വാഷിംഗ് മെഷീൻ. അത് ഈ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഷിംഗ് മെഷീൻ, കോമൺ വാഷിംഗ് മെഷീൻ, ഒരു സിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ബിൽഡിങ്ങിലെ റൂം ഞാൻ കാണിച്ചു കൊടുത്തപ്പം പലരും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം റൂം സൗകര്യങ്ങളല്ല ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു റൂം ഒരു ബിൽഡിങ്ങിൽ കയറി ഞാൻ അവരോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ള എത്രത്തോളം റൂമുകളുണ്ടോ, ബിൽഡിങ്ങുകളുണ്ടോ, അതിലൊന്നും എനിക്ക് കയറിയിട്ട് എല്ലാത്തിലും വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അങ്ങനൊരു പല മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് തോന്നിയത്. നിങ്ങൾക്കിനി പല ബിൽഡിങ്ങിലും പല സൗകര്യങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് ഈ ഒരു വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ ഇതിനേക്കാളും സൗകര്യങ്ങളുള്ളതായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞതായിരിക്കും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ നല്ല സൗകര്യങ്ങളുള്ള, നല്ല സൗകര്യത്തോടു കൂടി നിൽക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ബിൽഡിങ്ങുകൾ നസീമിലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ ബിൽഡിങ്ങാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട്. നമുക്ക് ഗസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ വന്നിരിക്കാൻ പറ്റും അവരുടെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെച്ചാൽ പള്ളിയാണ്. എല്ലാ ബിൽഡിങ്ങിനും താഴെ ഇതേപോലത്തെ ഒരു സ്പേസ് ഉണ്ടാവും. ഈ ഏരിയയിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ്സുകളുണ്ടാവും. നിങ്ങൾ 16,000-ഓളം ഹാജിമാരാണ് മലയാളികൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എത്രത്തോളം ഹാജിമാരാണ് കേരളത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അവർക്കൊക്കെ മീൻസ് കോൺസുലേറ്റിൻ്റെ സ്പെഷ്യൽ ഹെൽത്ത് ക്ലാസ്സുകളും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹാളിലായിരിക്കും അവർ അറേഞ്ച് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഹജ്ജിന് മുമ്പായിട്ട് എല്ലാ മലയാളികൾക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഹജ്ജിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാ ബിൽഡിങ്ങുകളിലും വന്ന് ക്ലാസ് എടുക്കും കേട്ടോ. ബോധവൽക്കരണ ക്ലാസ്, ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷമാണ് നിങ്ങൾക്ക് എല്ലാവരും ഹജ്ജിന് പോകുക. അപ്പം നിങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. 1817 താമസിക്കാനുള്ള മലയാളികൾ ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് താഴെ തന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. ബ്രാഞ്ച് നമ്പർ 12 ഇത്. അവിടെ താഴെ ക്ലിനിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ആയിരിക്കും ക്ലിനിക്കിൻ്റെ എൻട്രൻസ്. ഓക്കെ, ഇത് ഷട്ടർ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹജ്ജിൻ്റെ സമയത്ത് ഇതെല്ലാം ഓപ്പൺ ആക്കും. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പരിസരത്തായിട്ട് നമുക്കൊരു പള്ളി വരുന്നുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഈ പള്ളി ഉപയോഗിക്കാം. ഇതാണ് 1818 ബിൽഡിംഗ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫ്ലാഗ് കാണാൻ പറ്റും, 1818. ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഷവർമയുടെ ഒരു ഷോപ്പുണ്ട്. ഷവർമ ദ ടേസ്റ്റ് ഓഫ് പെറ്റിങ്, ഇങ്ങനെ ഷോപ്പ് ഇവിടെ ഉണ്ട് ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് തൽക്കാലം ഫുഡ് കഴിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ബിൽഡിംഗ് ആണ് 1819 ബിൽഡിംഗ് നമ്പർ. ഇതാണ് ബിൽഡിങ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ 1818 നേരെ ബാക്ക് സൈഡിലാണ് ഈ 1819 വരുന്നത്. പിന്നെ പെരിയ ഏരിയയുള്ള ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നേരെ കാണുന്നത് അവിടെ ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് കാണുന്ന മസ്ജിദ് അമീറയാണ്. ഇവിടെ 1818-ൻ്റെയും 19-ൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബാർബർ ഷോപ്പ് വരുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. 1818-ൻ്റെയും 19-ൻ്റെ അടുത്ത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നസീമിൽ 1821 നമ്പർ ബിൽഡിംഗ് ആണ് ഇത് കേട്ടോ. 4 ഫ്ലോറുകളിലായിട്ടാണ് ഹാജിമാർക്ക് താമസമുള്ളത്. അതിനോട് ചേർന്നിട്ടുള്ളൊരു ബക്കാലയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഇവിടുന്ന്. ഈ ബിൽഡിംഗ് 1822 നമ്പർ ബിൽഡിംഗ് ആണ് നസീമിൽ കേട്ടോ. മലയാളികൾക്ക് അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണിത്. 1822-ൻ്റെ ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നസീമിലെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇതാണ് 1825 നമ്പർ ബിൽഡിംഗ്. നസീമിൽ ദിയാഫത്ത് അൽ നസീം എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഇത് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് നസീമിൽ. ഇത് നസീമിലെ മലയാളി ഹാജിമാർ താമസിക്കുന്ന 1828 നമ്പർ ബിൽഡിംഗ് ആണ്. സിവിൽ ഡിഫൻസ് ഓഫീസിൻ്റെ ആ ലൈനിലാണ് ഈ ഒരു
ബിൽഡിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് 1829 ബിൽഡിംഗ് നമ്പറാണ്. നസീമിൽ മലയാളികൾ താമസിക്കുന്നതാണ് കേട്ടോ. ഇത് 1828 തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ് 1729. അപ്പോൾ ഏകദേശം ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ സിവിൽ ഡിഫൻസ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട്. ബിൽഡിംഗ് നമ്പർ 1837 മലയാളികൾ താമസിക്കുന്ന ബിൽഡിംഗാണിത് നസീമിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് 1832 നമ്പർ ബിൽഡിംഗ് ആണ്. ഇത് നസീമിൽ ഏകദേശം ഒരു മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കായിട്ട് വരുന്നത്. അത് 1831 കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് 1832 വരുന്നത്. ഈ ഒരു ഏരിയയിൽ കടകൾ കാര്യങ്ങളൊക്കെ 1831 അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു പക്കാലയാണ്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറത്തായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് 1832 വരുന്നത്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. 1831-ലും 32-ലുള്ള ആളുകൾക്ക് കേട്ടോ. ഇത് മെയിൻ നസീമിലെ റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കടകൾ വേറെ ഉണ്ട്. കുറച്ചും റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണത്തിൻ്റെ കടകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മട്ടാജർ സൗദി എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡുകളിലായിട്ട് ഇതേപോലെ ഫുഡിൻ്റെ ചെറിയ ചെറിയ കടകളുണ്ട്, ബക്കാലകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ പോളിക്ലിനിക് ഉണ്ട് കേട്ടോ. മലയാളികളുടെതാണ് ഏഷ്യൻ പോളിക്ലിനിക്. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് മട്ടാജർ സൗദി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. ഇത് നസീമിൽ 1810 നമ്പർ ബിൽഡിംഗ് ആണ്. 1800 ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ 1809-ഉം 1813, 11 എല്ലാ ബിൽഡിങ്ങും ഇതിനടുത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ. ബിൽഡിംഗ് നമ്പർ 1805. നമ്മൾ നേരത്തെ കണ്ട ഏഷ്യൻ പോളിക്ലിനിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റ്, നല്ല ഫുഡാണ് അവിടെ കേട്ടോ. ബിൽഡിംഗ് നമ്പർ 1806 ആണിത്. ബിൽഡിംഗ് നമ്പർ 1807. ബിൽഡിംഗ് നമ്പർ 1805 മുതൽ 1815 വരെയുള്ള ഹാജിമാർക്കൊക്കെ ഈ ഒരു മസ്ജിദ് അമീറ എന്ന് പറഞ്ഞിട്ടുള്ള പള്ളി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മക്ക പാർക്ക് ക്ലിനിക്ക് ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും പോകാം. മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ. ഇത് 1815 നമ്പർ ബിൽഡിംഗ് ആണ്. നസീമിലാണ് ഇത്. ഇവിടുത്തെ നസീമിലെ ജിംനേഷ്യത്തിൻ്റെ അടുത്താണ്. ഫിറ്റ്നസ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ജിംനേഷ്യത്തിൻ്റെ ആ ലൈനിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫിറ്റ്നസ് സ്പീഡ് എന്ന് പറയുന്ന ജിംനേഷ്യം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ബിൽഡിംഗ് ഉള്ളത്. ഇത് നസീമിലുള്ള ബിൽഡിംഗ് അല്ല, പക്ഷേ 502 ബിൽഡിംഗ് നമ്പർ കിട്ടിയിട്ടുള്ള ഹാജിമാരൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലായിരിക്കും താമസിക്കുക. ഇത് ഹറമിലേക്കുള്ള റോഡാണ്. ഹറമിലേക്ക് ഇവിടുന്ന് 2-3 കിലോമീറ്റർ കൂടി ഉണ്ടാവും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ബസ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഹജ്ജിന് വരുന്ന മലയാളികൾ താമസിക്കുന്ന നസീമിലെ സൗകര്യങ്ങൾ കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.